എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗവൺമെന്റ്. ഇതിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക. കുറച്ച് അധികം വലിയൊരു യൂണിറ്റ് ആണ്, അതിനനുസരിച്ച് ചോദ്യങ്ങളുടെ എണ്ണവും കൂടുതലായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരമാണ് പാർലമെന്റ് മന്ദിരം. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരമാണ് പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരം പാർലമെന്റ്. നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതിയാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ആണ് നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം എന്നിവ. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയാണ്. നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗമാണ്. നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണത്തിന്റെ വിഭാഗത്തിന്റെ ഭാഗമായവ രാജ്യസഭ, ലോക്സഭ, രാഷ്ട്രപതി എന്നിവയാണ്. നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ഭാഗമായവ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ഭാഗമായവ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിൽപ്പെടുന്നവ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവരാണ്. കാര്യനിർവഹണ വിഭാഗത്തിൽപ്പെടുന്നവ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവരാണ്. നീതിന്യായ വിഭാഗത്തിന്റെ ഭാഗമായവ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. നീതിന്യായ വിഭാഗത്തിന്റെ ഭാഗമായവ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ്. രാജ്യസഭയും ലോക്സഭയും ഉള്ളതിനാൽ ഇന്ത്യൻ പാർലമെന്റ് അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. രാജ്യസഭയും ലോകസഭയും ഉള്ളതിനാൽ ഇന്ത്യൻ പാർലമെന്റ് അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. ആരൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. ആരൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 238 ആണ്. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 238. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 12 പേരാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 12. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 12. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭ രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭ രാജ്യസഭ. രാജ്യസഭ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതി. രാജ്യസഭ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതി.
സ്ഥിരം സഭ എന്നറിയപ്പെടുന്ന സഭ രാജ്യസഭയാണ്. സ്ഥിരം സഭ എന്നറിയപ്പെടുന്ന സഭ രാജ്യസഭ. ലോകസഭാംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭാംഗങ്ങളുടെ കാലാവധി 5 വർഷം. ലോകസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആകെ അംഗങ്ങൾ 543 ലോകസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആകെ അംഗങ്ങൾ 543. ലോകസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആകെ അംഗങ്ങൾ 543. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്ന അംഗങ്ങളുടെ എണ്ണം 2. പെട്ടിരുന്ന അംഗങ്ങളുടെ എണ്ണം. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം പെട്ടിരുന്നതാണ്, അപ്പൊ ഇപ്പൊ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഓർക്കണം. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്ന അംഗങ്ങളുടെ എണ്ണം 2. 104 ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം പാർലമെന്റ് റദ്ദാക്കിയിരുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. ജനപ്രതിനിധി, അത് ജനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ലോക്സഭയിലേക്കാണ് പോവുക, അതുകൊണ്ട് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്ന സഭ ലോകസഭയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ലോക്സഭാ അധ്യക്ഷൻ സ്പീക്കറാണ്. ലോക്സഭാ അധ്യക്ഷൻ ആരാണ്? സ്പീക്കർ. രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ്. ഒരു പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഏത് എന്ന് ചോദിച്ചാൽ നിയമനിർമ്മാണം. നിയമത്തിന്റെ കരട് രൂപം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബിൽ എന്നാണ് അറിയപ്പെടുക. ആ ഒരു നിയമത്തിനുള്ള ഫസ്റ്റ് ഡ്രാഫ്റ്റ് അറിയപ്പെടുന്ന അല്ലെങ്കിൽ കരട് രൂപം അറിയപ്പെടുന്നത് ബില്ല് എന്നാണ്. ഒരു സാധാരണ ബിൽ പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുക? ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു സാധാരണ ബില്ല് നമുക്ക് അവതരിപ്പിക്കാം. ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുക എന്ന് ചോദിച്ചാൽ ഏത് സഭയിൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം. ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ അത് അവതരിപ്പിക്കാം എന്നുള്ളത് ഓർത്തിരിക്കുക. ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ നമ്മൾ ഒന്നാം സഭ എന്ന് പറയും. രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭ എന്നും വിളിക്കും. അപ്പൊ ആദ്യം രാജ്യസഭയിലാണ് പരിഗണിക്കുന്നതെങ്കിൽ ഒന്നാം സഭ രാജ്യസഭയായിരിക്കും. അല്ലെങ്കിൽ ആദ്യം ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഒന്നാം സഭ ലോക്സഭയായിരിക്കും എന്നുള്ളത് അവിടെ ഓർത്തിരുന്നാൽ മതി. ഒരു ബിൽ നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളിൽ ബിൽ അവതരണം എത്രാം വായനയിലാണ് നടക്കുന്നത്? ഒന്നാം വായനയിലാണ് നടക്കുന്നത്. ഒരു ബില്ല് നിയമമാക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളിലെ ബില്ല് അവതരണം എത്രാം വായനയിലാണ് നടക്കുന്നത്? ഒന്നാം വായന. ഒരു ബില്ല് നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളിലെ ബില്ല് അവതരണം എത്രാം വായനയിലാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നാം വായനയിലാണ് ഉണ്ടാവുക. ബില്ല് അവതരണത്തിൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് എത്രാം വായനയിലാണ്? രണ്ടാം വായന. ബില്ല് അവതരണത്തിൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് എത്രാം വായനയിലാണ് എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ വായനയിലാണ്. ബില്ല് അവതരണത്തില് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്തുകൊണ്ട് അത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് എത്രാമത്തെ വായനയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ വായനയിലാണ്. ഒരു ബില്ല് മൊത്തമായി നിരാകരിക്കുകയോ പാസാക്കുകയോ ചെയ്യുന്നത് എത്രാമത്തെ വായനയിലാണ് എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ വായനയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു ബില്ല് മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് എത്രാമത്തെ വായനയിലാണ്? മൂന്നാം വായന. ഒരു ബിൽ മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് എത്രാം വായനയിലാണ്? മൂന്നാം വായന. ബിൽ 2 സഭകളും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെ എന്താവും? ഈ പറഞ്ഞ ബില്ല് ഒരു നിയമമായിട്ട് മാറുകയാണ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഡൗട്ടില്ലാണ്ട് പഠിക്കണം. വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള കാരണം 2 സഭകൾക്കിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള കാരണം 2 സഭകൾക്കിടയിൽ ബില്ലിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുക.
രണ്ട് സഭകൾക്കിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതായിരിക്കും. സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. സംയുക്ത സമ്മേളനത്തെ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണെങ്കിൽ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലോക്സഭാ സ്പീക്കർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ എത്ര മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുത് എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്? 6 മാസം. പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ എത്ര മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുത് എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്? 6 മാസം. പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ എത്ര മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുത് എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത് എന്ന് ചോദിച്ചാൽ 6 മാസമാണ്. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് 3 തവണയാണ്. എല്ലാ വർഷവും ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളിക്കുന്നത് 3 തവണയാണ്. അതിൽ വർഷകാല സമ്മേളനം ഉണ്ടാവും, ശീതകാല സമ്മേളനം ഉണ്ടാവും, വേനൽക്കാല സമ്മേളനവും ഉണ്ടാവും. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് 3 തവണ. വർഷകാല സമ്മേളനമുണ്ട്, ശീതകാല സമ്മേളനമുണ്ട്, വേനൽക്കാല സമ്മേളനവുമുണ്ട് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കണം. പാർലമെന്റിന്റെ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം 11 മണിയാണ്. പാർലമെന്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം 11 മണി. പാർലമെന്റിന്റെ സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന സമയവും 11 മണിക്കാണ്. അപ്പോൾ 11 മണിക്ക് ചോദ്യോത്തരവേളയോട് കൂടിയാണ് പാർലമെന്റ് സമ്മേളനങ്ങൾ ആരംഭിക്കുക. പാർലമെന്റ് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന സമയം 11 മണി. ചോദ്യോത്തരവേളയുടെ സമയദൈർഘ്യം 1 മണിക്കൂറാണ്. ചോദ്യോത്തരവേളയുടെ സമയദൈർഘ്യം 1 മണിക്കൂർ. പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പാർലമെന്റിന്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെ. പാർലമെന്റ് സമ്മേളനത്തിൽ ചോദ്യോത്തരവേള അവസാനിക്കുന്ന സമയം 1 മണിക്കൂറാണ് ദൈർഘ്യം. അതുകൊണ്ട് 11 മണിക്ക് തുടങ്ങി 12 മണിക്ക് അവസാനിക്കും. പാർലമെന്റ് സമ്മേളനത്തിൽ ചോദ്യോത്തരവേള അവസാനിക്കുന്ന സമയം 12 മണിയാണ്. ശൂന്യവേള ആരംഭിക്കുന്ന സമയം 12 മണി. അപ്പോൾ ആ ഒരു ചോദ്യോത്തരവേള അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരംഭിക്കുക എന്താണ്? ശൂന്യവേളയാണ്. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ സമയം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ശൂന്യവേള എന്നാണ് അറിയപ്പെടുക. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ശൂന്യവേള. സമയം 12 മണി ആകുന്നതിനാലാണ് ഈ ഒരു ശൂന്യവേള എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ഏത് സമയത്താണ്? ശൂന്യവേളയിലാണ്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ഏത് സമയത്താണ് എന്ന് ചോദിച്ചാൽ ശൂന്യവേളയിലാണ്. ശൂന്യവേളയുടെ ദൈർഘ്യം 30 മിനിറ്റ് ആണ്. ശൂന്യവേളയുടെ ദൈർഘ്യം 30 മിനിറ്റ്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് ധനബിൽ എന്ന് പറയുന്നത്. നമ്മുടെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ലാണ് ധനബിൽ എന്ന് നമ്മൾ പറയാറുള്ളത്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പൊ നമ്മൾ ബാക്കി ബില്ലുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ധനബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലായിരിക്കണം. ലോക്സഭ പാസാക്കിയ ധനബിൽ രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം രാജ്യസഭ അത് തിരിച്ചയക്കണം? 14 ദിവസം, 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചയക്കണം. ലോകസഭ പാസാക്കിയ ധനബില്ല് രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം രാജ്യസഭ അത് തിരിച്ചയക്കണമെന്ന് ചോദിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചയക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. പാർലമെന്റിന്റെ ചുമതലകളിൽ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന ചുമതലകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ചോദ്യം ഉന്നയിക്കൽ വരും, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയത്തെ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ എന്നിവയൊക്കെ
ഈ ഒരു പാർലമെന്റിന്റെ ചുമതലകളിൽ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളാണ്. പാർലമെന്റിന്റെ ചുമതലകളിലെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചുമതലകളാണ് ചോദ്യങ്ങൾ ഉന്നയിക്കല്, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യല്, അവിശ്വാസ പ്രമേയത്തെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യലൊക്കെ. പാർലമെന്റിന്റെ മറ്റു ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കല്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ്, ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തൽ എന്നതിലൊക്കെ പാർലമെന്റിന്റെ മറ്റു പ്രധാനപ്പെട്ട ചുമതലകളിൽ പെടുന്നതാണ്. എന്തൊക്കെയാണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കല്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ്, ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ തുടങ്ങിയവയൊക്കെ പാർലമെന്റിന്റെ മറ്റ് തരത്തിലുള്ള ചുമതലകളാണ്. ഇന്ത്യയിൽ നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നമ്മൾ 28 എന്ന് പറയും. 28 സംസ്ഥാനങ്ങളിലും ഉള്ളതുകൊണ്ട്. സംസ്ഥാന നിയമനിർമ്മാണ സഭാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഗവർണർ, നിയമസഭ, നിയമസമിതി എന്നുള്ളതാണ്. സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗത്തിൽ പെടുന്നവയാണ് ഗവർണർ, നിയമസഭ, നിയമസമിതി എന്നിവ. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. രണ്ട് സഭകളുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. രണ്ട് സഭകളുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഒന്ന് നോക്കി വെക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ പെട്ടതും പെടാത്തതും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന തുടങ്ങിയവയൊക്കെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളാണ് ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവ. സംസ്ഥാനങ്ങളിലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയിൽ, അത് ദ്വിമണ്ഡലം എന്നാണ്, അവിടെ സ്പെല്ലിംഗ് ആയിട്ട് എറർ ആയിട്ടുള്ളതാണ് ദ്വിമണ്ഡല കേട്ടോ. അതവിടെ ഒന്ന്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയിൽ ഉപരിസഭ എന്നറിയപ്പെടുന്നത് നിയമസമിതിയാണ്. അപ്പൊ ദ്വിമണ്ഡല ഉള്ളതിൽ ഒരു ഉപരിസഭയും ഒരു അധോസഭയും ഉണ്ടാവും. അതില് സംസ്ഥാനങ്ങളിലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയിൽ ഉപരിസഭ എന്നറിയപ്പെടുന്നത് നിയമസമിതിയാണ്. സംസ്ഥാനങ്ങളിലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയിൽ അധോസഭ എന്നറിയപ്പെടുന്നത് നിയമസഭയാണ്. സംസ്ഥാനങ്ങളിലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയിൽ അധോസഭ എന്നറിയപ്പെടുന്നത് നിയമസഭയും ഉപരിസഭ എന്നറിയപ്പെടുന്നത് നിയമസമിതിയുമാണ്. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗം അറിയപ്പെടുന്നത് കാര്യനിർവഹണ വിഭാഗം എന്നാണ്. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗം അറിയപ്പെടുന്നത് കാര്യനിർവഹണ വിഭാഗം എന്നാണ്. ഇന്ത്യയിൽ നിലവിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമുണ്ട്, സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവുമുണ്ട്. ഇന്ത്യയിൽ നിലവിലുള്ള കാര്യനിർവഹണ വിഭാഗത്തിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമുണ്ട്, സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവുമുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ആരൊക്കെ ചേർന്നതാണ് നമ്മുടെ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് ചോദിച്ചാൽ അതിൽ രാഷ്ട്രപതിയുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. ആരൊക്കെ ചേർന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം? രാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവരടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഇവരറിയപ്പെടുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ്. നമ്മൾ രാഷ്ട്രപതിയുടെയും അതേപോലെ കേന്ദ്രമന്ത്രിമാരെയും കാര്യം പറയുകയാണെങ്കിൽ
അവരെന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവര് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ് അറിയപ്പെടുക. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഇവര് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെട്ടവരായതുകൊണ്ട് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നാണ് അറിയപ്പെടുക. ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി മാറിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ മാറൂല, അവർ സ്ഥിരമായിട്ടുള്ളതായിരിക്കും. അവരവരുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെട്ടവരായതുകൊണ്ട് ഇവരറിയപ്പെടുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. PSC നിരന്തരം ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാനൊക്കെയാണ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ തലവൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യ എന്ന റിപ്പബ്ലിക് രാജ്യത്തിന്റെ തലവനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് രാഷ്ട്രപതിയെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഒരു രാഷ്ട്രപതി എത്ര കാലം ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 കൊല്ലമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. പാർലമെന്റ് അംഗമല്ലാത്തതും എന്നാൽ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകവുമായിട്ടുള്ള വ്യക്തിയാണ് രാഷ്ട്രപതി. രാഷ്ട്രപതി എന്തല്ല? പാർലമെന്റിന്റെ അംഗമല്ല, എന്നാൽ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കൽ, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യൽ, ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ എന്നിവ ആരുടെ ചുമതലയിൽപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അതൊക്കെ രാഷ്ട്രപതിയുടെ ചുമതലയിൽപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുള്ളത്? പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഇവയൊക്കെ രാഷ്ട്രപതിയുടെ ചുമതലയാണ്. ഇനി രാഷ്ട്രപതിയാകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതെന്തൊക്കെയാണ് യോഗ്യതകൾ? ഇന്ത്യൻ പൗരനായിരിക്കണം. ഒരു ഇന്ത്യക്കാരന് മാത്രമേ ഇന്ത്യയുടെ രാഷ്ട്രപതി ആവാൻ പറ്റൂ. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പൊ രാഷ്ട്രപതി ആവാൻ വേണ്ട പ്രായം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 35 വയസ്സാണ്. ലോക്സഭാ അംഗമാകാനുള്ള എല്ലാ യോഗ്യതയും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കണം. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. ഈ ഒരു ഇലക്ട്രൽ കോളേജിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാല് അത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടാവും, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടാവും, ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഇതിലുണ്ടാവും. അപ്പൊ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? ഇലക്ട്രൽ കോളേജ് ആണ്. ഈ ഒരു ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടാവും, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടാവും, ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടാവും. ഇനി രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെ, ജഡ്ജിമാരെയും നിയമിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ്. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും രാഷ്ട്രപതിയാണ്. ആവശ്യമായിട്ട് വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക രാഷ്ട്രപതിയാണ്. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാറുണ്ട്. സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുന്നതും ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുന്നത് രാഷ്ട്രപതി. രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാഷ്ട്രപതി. PSC ഒരു മാർക്ക് ചോദ്യം. രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് രാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഇലക്ട്രൽ കോളേജ് ആണ്. പക്ഷെ ആ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ വ്യത്യാസമുണ്ട്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളായിരിക്കും. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളായിരിക്കും. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് അതേ രാഷ്ട്രപതിയുടെ പോലെ തന്നെ 5 വർഷമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയായിരിക്കും. നമുക്കറിയാം. അതുകൂടാതെ തന്നെ രാജ്യസഭയുടെ സ്പീക്കറും അദ്ദേഹമായിരിക്കും എന്നുള്ളത്. രാജ്യസഭാ അധ്യക്ഷനും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുക. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. അപ്പൊ ഈ ഒരു രാഷ്ട്രപതിയിൽ ഒരുപാട്
ചുമതലകൾ ഉണ്ട്. പക്ഷെ ഈ ചുമതലകളൊക്കെ യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നതും വിനിയോഗിക്കുന്നതും നമ്മുടെ മന്ത്രിസഭയാണ്. ഒരു രാഷ്ട്രപതി എന്നുള്ളത് അവിടെ ഒരു പൊസിഷൻ മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമന്ത്രിയെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമന്ത്രി ഉണ്ടാവും, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാവും, സഹമന്ത്രിമാരുണ്ടാവും, ഉപമന്ത്രിമാരുണ്ടാവും. ഇവരടങ്ങുന്നതിനെയാണ് കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ. കേന്ദ്ര മന്ത്രിസഭയിൽ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരായിരിക്കും. കേന്ദ്ര മന്ത്രിസഭയിൽ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നത് ക്യാബിനറ്റ് മന്ത്രിമാർ. കേന്ദ്ര മന്ത്രിസഭയിൽ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നത് സഹമന്ത്രിമാരായിരിക്കും. കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നത് സഹമന്ത്രിമാരായിരിക്കും. കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നത് സഹമന്ത്രിമാർ. കേന്ദ്ര മന്ത്രിസഭയിൽ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നത് ഉപമന്ത്രിമാരായിരിക്കും. കേന്ദ്ര മന്ത്രിസഭയിൽ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നത് ഉപമന്ത്രിമാരായിരിക്കും എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. രാജ്യത്തെ പ്രധാനമന്ത്രിയായി നിയമിക്കുന്നത് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും. രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത് നമ്മുടെ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, ലോക്സഭയുടെ നേതാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിംഗുകളിലെ അധ്യക്ഷനായിട്ട് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. PSC അടുത്ത ഒരു മാർക്ക് ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവുമാണ്. സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ്. സംസ്ഥാനതല കാര്യനിർവഹണത്തിന്റെ തലവൻ ഗവർണർ. സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയാണ്. അപ്പൊ ഈ ഗവർണറും എന്താണ്, ഒരു അവിടെ വെറുതെ നിർത്തിയിരിക്കുന്ന പോലത്തെ ഒരു പോസ്റ്റാണ്. അപ്പൊ സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയാണ്. രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും ഗവൺമെന്റും തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉണ്ടായാൽ വിഷയങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. അപ്പൊ നീതിന്യായ വിഭാഗമാണ് രാജ്യത്ത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വ്യക്തിയും ഗവൺമെന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ തർക്കങ്ങൾ ഉണ്ടായാൽ അതിൽ തീർപ്പ് കൽപ്പിക്കുന്നത് നീതിന്യായ വിഭാഗമായിരിക്കും എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി നീതിന്യായ വിഭാഗങ്ങളിലെ വിവിധ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ എന്ത് ചെയ്യുന്നു? നീതി നടപ്പാക്കുന്നുണ്ട്. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് നീതിന്യായ വിഭാഗമാണ്. രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതി. രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതി. ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുള്ള കോടതി സുപ്രീം കോടതി. ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുള്ള കോടതി സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും അടക്കം സുപ്രീം കോടതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 34. നിലവിൽ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും അടക്കം സുപ്രീം കോടതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 34. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് HJ കനിയയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് HJ കനിയ. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്ന കേസുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഒന്ന് വായിച്ചു പോയാൽ മതി. ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള കേസുകൾ,
മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കൽ, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ, കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലുണ്ടാവുന്ന തർക്കങ്ങളൊക്കെയാണ് ഈ ഒരു സുപ്രീം കോടതി പരിഗണിക്കേണ്ടി വരിക. സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതി. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുക, സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുമുള്ള അപ്പീൽ കേസുകൾ പരിഗണിക്കുക, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുക. ജില്ലകളിലെ കേസുകൾ പരിശോധിക്കുന്ന കോടതി ജില്ലാ കോടതി. ജില്ലകളിലെ കേസുകൾ പരിശോധിക്കുന്ന കോടതി ജില്ലാ കോടതിയാണ്. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്ന കോടതി സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി മുതലായവയാണ്. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്ന കോടതി സബ് കോടതികള്, മുൻസിഫ് കോടതികള്, മജിസ്ട്രേറ്റ് കോടതികള് തുടങ്ങിയവയാണ്. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കുന്നത് കീഴ്ക്കോടതിയാണ്. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കുന്നത് കീഴ്ക്കോടതി. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചിലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിലൊന്നാണ് ലോക് അദാലത്ത്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചിലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിലൊന്നാണ് ലോക് അദാലത്ത്. ലോക് അദാലത്തിന്റെ സവിശേഷതകൾ: സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത്. കക്ഷികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് നമുക്ക് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും തീർപ്പാക്കലിലൂടെയും കേസ് തീർപ്പാക്കാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കാറുണ്ട്. ലോക് അദാലത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക. ലോക് അദാലത്തിന്റെ ലക്ഷ്യങ്ങൾ രണ്ടെണ്ണം നമുക്ക് പറയാം. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, ഇതിന്റെ കാലതാമസം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ലോക് അദാലത്ത് എന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങളുടെ കോടതി എന്നാണ്. കീഴ്ക്കോടതികൾ എന്നറിയപ്പെടുന്നത് സബ് കോടതികൾ, ജില്ലാ കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ്. കീഴ്ക്കോടതികൾ എന്നറിയപ്പെടുന്നത് സബ് കോടതികൾ, ജില്ലാ കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ്. 110 ചോദ്യങ്ങളോളം ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് പഠിക്കുക. പരീക്ഷകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു ചാപ്റ്ററുമായി വരുന്നത് വരെ ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ.